ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങൾക്ക് 16-ന് വെള്ളിയാഴ്ച കൊടിയേറും. ജനുവരി 20-നാണ് മകരച്ചൊവ്വ ആഘോഷം. വൈകിട്ട് 3 ആനകളുടെ അകമ്പടിയിൽ നടക്കുന്ന പകൽപൂരത്തിൽ പഞ്ചവാദ്യം, ശിങ്കാരിമേളം, തെയ്യം, ബാൻഡ് വാദ്യം തുടങ്ങിയവ പൊലിമയേകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം നമ്മൾ 5 കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആനയും പഞ്ചവാദ്യവും ഒഴികെ 5 കലാരൂപങ്ങൾ, വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മകരച്ചൊവ്വ കൂടി ആഘോഷിക്കുന്നത്. അതിന് പുറമെ നമ്മൾ നല്ലൊരു ഗാനമേള അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മകരച്ചൊവ്വ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ചടങ്ങ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 3 ഗജപെരുമാളോട് ഭാഗ്യപ്പങ്കാവിലേക്കുള്ള എഴുന്നള്ളിപ്പ്, അതിൻ്റെ കൂടെ വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വൈകുന്നേരം 7:30-ക്ക് ഗാനമേളയും നമ്മൾ ഈ പരിപാടിയിൽ ആലോചിച്ചിട്ടുണ്ട്. ഇത്തവണ പതിവിലും ഗംഭീരമായാണ് കാളവേല ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് കാളവേല ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച കൊടിയേറ്റം നടക്കും. രാവിലെ വലിയ പറമ്പിൽ ശിവശങ്കരൻ, ഗോപി അടുക്കത്ത്, വലിയ പറമ്പിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഊത്തുമുളയിടും. 8-ന് ജയവിജയന്മാരുടെ മേളം നടക്കും. 8:30-ന് കൊടിയേറ്റം നടക്കും. അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കളഭാഭിഷേകവും കേളിയും രാത്രി 12 മണിക്ക് കതിരേറ്റവും നടക്കും. ജനുവരി 20-ന് മകരച്ചൊവ്വ ദിവസം രാവിലെ 9-ന് കിള്ളിക്കുറിശിമംഗലം സരിതയുടെ ഓട്ടൻതുള്ളൽ, 10:30-ന് ക്ഷേത്രനടയിൽ ശിങ്കാരിമേളം എന്നിവയുണ്ടാകും. വൈകിട്ട് 3-ന് 3 ആനകളും പഞ്ചവാദ്യവുമായി പകൽപൂരം നടക്കും. കാവുവട്ടത്തു നിന്നുള്ള തിരിച്ചെഴുന്നള്ളിപ്പിന് ഫ്യൂഷൻ ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, താമരത്തെയ്യം, ഏഞ്ചൽ തെയ്യം, ഫാൻസി തെയ്യം തുടങ്ങിയവ പൊലിമയേകും. 7-ന് ഗാനമേള നടക്കും. ഫെബ്രുവരി 11-ന് പൂരവും 12-ന് കാളവേലയും 13-ന് താലപ്പൊലിയും നടക്കും. അതുവരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ രീതിയിലുള്ള വിവിധ പരിപാടികളാണ് നടക്കുകയെന്നും കാളവേല ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മകരച്ചൊവ്വയ്ക്കും ഒരു 6ഓളം കലാരൂപങ്ങളുണ്ട്. വാദ്യങ്ങളും കലാരൂപങ്ങളൊക്കെ 6ഓളം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ആനയും പഞ്ചവാദ്യമായിട്ട് ഗംഭീരമാണ് മകരച്ചൊവ്വ. പിന്നെ കാളവേലയ്ക്ക് പളനി ആട്ടം എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ബാലയുണ്ട്. പിന്നെ ഹംസധ്വനി തിരൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനത്തിലാണ് താലപ്പൊലിക്ക്. ഇങ്ങനെയാണ് എടുത്തു പറയാനുള്ള പരിപാടികൾ. 31 ഭജനയില്ലേ? 31-ാം തീയതി ഒരു ഭജന, അതാ ബുക്ക് തരാം, ബുക്കിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 31-ാം തീയതി സാധാരണ ചായമ്പഴ ഉണ്ടാവും. ഇപ്രാവശ്യം ഒരു ഭജന വാഴയങ്കട ടീമിന്റെ ഒരു ആമാർക്കൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 2-ാം തീയതി തുള്ളൽ നൃത്തം എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടംതുള്ളിന്റെ വേറൊരു രൂപം, അധികം അവിടെ ഇങ്ങനെ എല്ലായിടത്തും എത്തിയിട്ടില്ല, അതോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 4-ാം തീയതി ചാക്യാർകൂത്ത്, പിന്നെ നങ്ങ്യാർകൂത്ത്, അങ്ങനെ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ എൻ സുകുമാരൻ, ജനറൽ സെക്രട്ടറി പി അനിൽകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ്, പ്രോഗ്രാം കൺവീനർ കെ ഗണേശൻ, വൈസ് പ്രസിഡന്റ് പി സുനിൽകുമാർ, കെ ദാസൻ, ജോയിന്റ് സെക്രട്ടറി എൻ കൃഷ്ണദാസ്, വി രമേശ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.